ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൂസേൻ എന്ന നഗരത്തിലാണ്. ഇന്നെനിക്ക് യാത്ര പോകേണ്ടത് ഡൈബ്ലററ്റ്സിലെ മഞ്ഞുമലയും അവിടുത്തെ കാഴ്ചകളും കാണാനാണ്. ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ഞാൻ ലൂസേൻ നഗരത്തിലെത്തി. ബസ് പുറപ്പെടുന്നതിന് മുമ്പ് പരിസരത്ത് കാണുന്നത് വീഡിയോയിൽ പകർത്തണം. വേഗത്തിലാണ് ലൂസേണിലെ സ്ത്രീകളുടെ നടത്തം. ലൂസേൺ നഗരത്തിൻ്റെ മാപ്പ് റോഡിൻ്റെ വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വഴി അറിയാത്തവർ ആ മാപ്പിൽ നോക്കി തങ്ങൾ പോകേണ്ട സ്ഥലം കണ്ടുപിടിക്കുന്നുമുണ്ട്. നദിയിൽ നീന്തി നടക്കുന്ന പക്ഷികൾക്ക് ആഹാരമെറിഞ്ഞു കൊടുത്ത് രസിക്കുകയാണ് ഒരു പെൺകുട്ടി. ഗ്ലേസിയർ 3000 ഡേബ്ലറൂട്ട്സിലേക്ക് പോകേണ്ട ബസ്സിൽ എല്ലാവരും കയറിയതായി മനസ്സിലാക്കിയ ഞാനും ബസ്സിൽ ഓടിച്ചെന്ന് കയറി. യൂറോപ്പിൽ സാധാരണ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡുകളിൽ യു ആർ ഹിയർ എന്ന് ചുവന്ന വലിയ അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കും. അവിടം മുതൽ മറ്റ് സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണിത്. ലൂസേൻ നഗരത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന ബോർഡിൽ യു ആർ ഹിയർ എന്ന അടയാളം കണ്ടതേയില്ല. ഡൈബ്ലറേറ്റ്സ് മഞ്ഞുമല കാണാനായി ഞങ്ങളുടെ ബസ് യാത്ര തിരിച്ചു. സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ലൂസേൻ നഗരം. 76,156 പേരാണ് ലൂസേൻ നഗരത്തിൽ താമസിക്കുന്നത്. അഡിജൻസിൽ, എബിക്കോൺ, യെമൻ, ഹെർവ്, ക്രിംസ്, മാൾട്ടേഴ്സ്, മെയ്ഗൻ, ന്യൂൻക്രിച്ച് എന്നീ ചെറു പട്ടണങ്ങൾ ചേർന്ന നഗരമാണ് ലൂസേൻ. ഏതാനും മുസ്ലിം പെൺകുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങകലെ മലകൾ കണ്ടു തുടങ്ങി. വശത്തായി പച്ച പിടിച്ച പാടങ്ങളും ചെറുതും വലുതുമായ സ്വിസ് ഭവനങ്ങൾ. സ്വിസ് ഭവനങ്ങൾ എന്ന് എൻ്റെ ഭാവനയിൽ പറയാൻ കാരണം, സ്വിറ്റ്സർലൻഡിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭവനങ്ങളുടെ മേൽക്കൂര കണ്ടാൽ പക്ഷികളുടെ ചിറക് താഴ്ത്തി പറക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ ജപ്പാനിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴോ അവിടുത്തെ ഭവനങ്ങളുടെ മേൽക്കൂര പക്ഷികളുടെ ചിറക് ഉയർത്തി പറക്കുന്ന പോലെയും തോന്നും. ജപ്പാൻ ഗ്രാമങ്ങളിലെ നെല്ല് വിളയുന്ന നീണ്ട വയലുകളും ചിറകുയർത്തി പറക്കുമ്പോഴുള്ള മേൽക്കൂരയുള്ള വീടുകളും ചേർന്ന ഭംഗി കണ്ടുകൊണ്ടുള്ള എൻ്റെ യാത്ര മനസ്സിൽ ഇന്നും ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. കാഴ്ചകളും ചിന്തയും കൊണ്ട് ഗ്ലേസിയർ 3000 ഡൈബ്ലറൂട്ട്സ് യാത്ര ആനന്ദപ്രദമാക്കാം. സിമന്റും ചല്ലിയും കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു ലോറി നിർമ്മാണ സ്ഥലത്തെ ലക്ഷ്യം വെച്ച് വേഗത്തിൽ ഓടിപ്പോവുകയാണ്. മഞ്ഞുമല ലക്ഷ്യമാക്കി ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനകത്തുള്ളവർ ആഹ്ലാദ തിമിർപ്പിലാണ്. ഞാൻ അകത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. ലൂസേണിൽ നിന്നും ബസ് തിരിച്ച സമയം മുതൽ ഇരുവശത്തുമുള്ള വഴിയോര കാഴ്ചകളിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. ഡയാബ്ലറേറ്റ്സ് മഞ്ഞുമല കയറാനുള്ള കവാടത്തിനടുത്ത് ബസ് എത്തി. ബസ്സിലും കാറിലും സൈക്കിളിലും അങ്ങനെ പല രീതികളിലായി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. മുകളിൽ ഗ്ലൈഡർ വിമാനങ്ങളും പറക്കുന്നുണ്ട്. ഇത്രയും സമയം ബസ്സിൽ ആഹ്ലാദത്തോടെ യാത്ര ചെയ്തു വന്ന 2 പെൺകുട്ടികൾ, അവരെ ഞാൻ പരിചയപ്പെട്ടു.
ഒരാൾ പൈലറ്റും മറ്റേയാൾ ഇലക്ട്രോണിക് എഞ്ചിനീയറുമാണ്. मेरा नाम मनप्रीत आलूवालिया, पायलट है जेट एयरवेज का. ഡയാബ്ലറേറ്റ്സ് മലയും മലയിലേക്ക് പോകുന്ന വഴികളും ചേർത്ത ഒരു മാപ്പ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. മഞ്ഞുമല യാത്ര കഴിഞ്ഞ് വരുന്നവരെയും കൊണ്ട് ഒരു കേബിൾ കാർ മുന്നിൽ വന്ന് നിന്നു. വലിയ ഒരു ബസ് വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇരുവശവും തുറക്കാവുന്ന ഡോറുകളുള്ള കേബിൾ കാറിൻ്റെ മറുവശത്തെ ഡോർ തുറന്ന് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത കേബിൾ കാർ പോകുന്നത്. ആ സമയം കൊണ്ട് കേബിൾ കാർ പോകുന്ന വഴിയും പ്രവർത്തനവും ഒക്കെ ഞാൻ നോക്കിക്കണ്ടു. പശുക്കളുടെ കഴുത്തിൽ കെട്ടുന്ന ഒരു മണി മഞ്ഞുമലയുടെ ഓഫീസിൻ്റെ കവാടത്തിൻ്റെ ചുവരിൽ അലങ്കാരമായി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പശുക്കളുമായുള്ള അവരുടെ ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഞങ്ങളെയും കൊണ്ട് മഞ്ഞുമലയുടെ മുകളിലേക്ക് പോകേണ്ട കേബിൾ കാർ വന്നെത്തുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് മറ്റുള്ളവർക്കൊപ്പം ഞാനും അകത്ത് കയറി. രണ്ടറ്റവും ഉയരത്തിലുള്ള ആനമാടം പോലെയുള്ള കെട്ടിടങ്ങളെ ബന്ധിപ്പിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് കയറുകളെ താങ്ങി നിർത്താൻ ഉയരമുള്ള ഇരുമ്പ് തൂണുകൾ. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നാട്ടിലെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നത് പോലെ തോന്നും. മോട്ടോർ പ്രവർത്തിപ്പിച്ച് കയറുകൾ ചുറ്റുമ്പോൾ കയറിൽ തൂങ്ങിക്കിടക്കുന്ന കേബിൾ കാർ ആൾക്കാരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. മലമുകളിലേക്ക് പോകാനുള്ള വഴിയാണിത്. മറ്റൊരർത്ഥത്തിൽ ഇത് നല്ലത് തന്നെ. റോഡ് വെട്ടണ്ട, കൃഷിസ്ഥലം റോഡിനു വേണ്ടി നശിപ്പിക്കേണ്ട, ഇന്ധന ചെലവുമില്ല. ഡയാബ്ലറേറ്റ്സ് മലമുകളിലേക്ക് പോകേണ്ട കേബിൾ കാറിനകത്തേക്ക് ഞങ്ങൾ കയറി. പൈലറ്റും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ അതിനകത്ത് ഞാൻ കണ്ടു. ഞങ്ങളെയും കൊണ്ടിതാ കേബിൾ കാർ ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയും വഹിച്ചുകൊണ്ട് വലിയ തൊട്ടിൽ പോലെയുള്ള കേബിൾ കാർ മുകളിലേക്ക് ഉയരുമ്പോൾ നേരത്തെ നിന്ന പ്രവേശന കവാടവും കെട്ടിടങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും പരിസരവും ഒക്കെയും ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഒരേ സമയം 125 പേരെ കയറ്റിപ്പോകാനുള്ള കരുത്തുള്ളവയാണ് കേബിൾ കാർ എന്ന് അവിടെ എഴുതിയിരുന്ന ബോർഡ് വായിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു. 3 ബസ്സിൽ കയറുന്ന ആൾക്കാരെ കയറ്റാൻ ത്രാണിയുള്ള കമ്പിയിൽ തൂങ്ങിപ്പോകുന്ന കേബിൾ കാർ, 125 യാത്രക്കാർ, അല്ലെങ്കിൽ 1080 കിലോ ഭാരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 65 കിലോ ഉള്ള എന്നെപ്പോലെ 155 പേർക്ക് കേബിൾ കാറിൽ സുഖമായി സഞ്ചരിക്കാം. ചുറ്റും വലുതും ചെറുതുമായ മലകൾ തന്നെ. താഴെ ഭാഗത്തെ സ്ഥലങ്ങളും പ്രവേശന കവാടവുമെല്ലാം എന്നിൽ നിന്നും അകന്നു തുടങ്ങി. അകലെ കണ്ടിരുന്ന മലകൾ അടുത്തെന്ന പോലെ കാണാനും തുടങ്ങി. ഇരുമ്പ് കയറിൽ തൂങ്ങിയ കേബിൾ കാർ ഡയാബ്ലറേറ്റ്സ് മഞ്ഞുമല ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഒപ്പമുള്ളവർ എന്തോ അതിശയം കണ്ട പോലെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ അവിടെ എന്തോ സംഭവമുണ്ടെന്ന് എനിക്കും തോന്നി. ഞാൻ നോക്കി. അവിടെ ഒരു കൂട്ടം നായ്ക്കളെയും തുടലിൽ പിടിച്ചു നിർത്തി സാഹസപ്പെട്ട് ഇരിക്കുകയാണ് ഒരു സ്ത്രീ. മഞ്ഞിന് മീതെ സ്ലെഡ്ജർ വണ്ടി വലിക്കുന്ന നായ്ക്കളാണ് ഇവ. സഞ്ചാരികളെയും കയറ്റിയുള്ള യാത്രകൾ പലതും കഴിഞ്ഞുള്ള മടക്ക യാത്രയ്ക്ക് കാത്തിരിക്കുകയാണിവർ. ഇടത്താവളമായ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇറങ്ങി. ചുറ്റുപാടും പരിസരവും ക്യാമറയിൽ പകർത്തി. തൊട്ടടുത്തായുള്ള ഓഫീസ് മന്ദിരം കണ്ടപ്പോൾ
ഉയർത്തി നിർത്തിയിരിക്കുന്ന ടയറില്ലാത്ത ഒരു ബസ്സിനെ പോലെ തോന്നി. പരിസര ഭാഗങ്ങൾ വീഡിയോയായും ഫോട്ടോയായും പകർത്തിയ ശേഷം വീണ്ടും എല്ലാവരും കേബിൾ കാറിനകത്തേക്ക് കയറി. തണുപ്പിൽ നിന്നും സംരക്ഷണം കിട്ടാനുള്ള വസ്ത്രങ്ങൾക്ക് ഇതാ ഉപയോഗം വന്നു തുടങ്ങി. അകലെ മഞ്ഞുമല കണ്ടു തുടങ്ങി. വെടിക്കെട്ട് നടക്കുന്ന സമയത്തെ പുകപടലം പോലെ മഞ്ഞും മഞ്ഞുപുകയും അകലെ കാണപ്പെട്ടു. ആ ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള റോപ്പ് വേയുടെ അങ്ങേയറ്റം ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നില്ല. അതെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. കയറിൽ തൂങ്ങിയ ഒരു കേബിൾ കാർ അകലെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നെപ്പോലെയുള്ള 155 പേരെ കയറ്റാവുന്ന വലിയ ഒരു കേബിൾ കാർ. അത് അകലെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ വളരെ ചെറുതായി കാണപ്പെട്ടു. 3 കയറുകളിലാണ് കേബിൾ കാർ തൂങ്ങിക്കിടക്കുന്നത്. അപകടം വന്നാലുള്ള രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരും പേടിച്ചു പോകുന്ന ഒരു ഭാഗത്താണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. മഞ്ഞുമൂടിയ രംഗങ്ങൾക്കിടയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ അകലെയായി കേബിളിനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ തൂണ് കാണപ്പെട്ടു. അടുക്കും തോറും അത് വെറും ഒരു തൂണല്ല, യാത്രക്കാർ ഇറങ്ങേണ്ട സ്ഥലമാണ് എന്നെനിക്ക് മനസ്സിലായി. തൂണുകൾക്കുള്ളിൽ തൂണുകളോടുകൂടിയ വലിയ ഒരു കെട്ടിടമാണ് ആ കാണുന്നത് എന്ന് മനസ്സിലോർത്തപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ഒരു വാക്യം എനിക്ക് ഓർമ്മ വന്നു. ചക്രങ്ങൾക്കുള്ളിൽ ചക്രങ്ങളോടുകൂടിയ വലിയൊരു യന്ത്രമാണ് ജീവിതം. സഞ്ചാരിയായിരുന്ന വിവേകാനന്ദ സ്വാമിയെ മഞ്ഞുമലയുടെ മുകൾ ഭാഗത്ത് വെച്ച് ഓർമ്മ വന്നപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നി. ഈയിടെ നെടുമങ്ങാട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് തന്ന വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചിത്രം റീകോപ്പി എടുത്ത് പലർക്കും ഞാൻ കൊടുത്തിരുന്നു. ആ ഒരു പ്രവൃത്തിയുടെ മെച്ചം മനസ്സിൻ്റെ കോണിൽ എവിടെയോ കിടന്നതായിരിക്കാം. സ്വിറ്റ്സർലൻഡിലെ ഡൈബ്ലറൂട്ട്സ് മഞ്ഞുമലയിലെ മുകളിൽ വെച്ച് ഒരു ഓർമ്മയായി വിവേകാനന്ദ സ്വാമി പെട്ടെന്നെൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ കാരണം. മനസ്സുകൊണ്ട് സ്വാമിയെ നമിച്ച ശേഷം ഞാൻ മഞ്ഞുമല കാഴ്ചകളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചു.